ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. നമുക്ക് പെട്ടെന്നൊന്ന് മന്തി കഴിക്കണമെന്ന് തോന്നിയാൽ നമ്മളെ വീട്ടിൽ ഉള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ വലിയ പീസുകളാക്കി കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫോർക്കും കൊണ്ടൊന്ന് കുത്തി കൊടുക്കുകയാണ്. ഇനി ചിക്കൻ ഫോർക്കും കൊണ്ട് കുത്തി കൊടുക്കൽ കഴിഞ്ഞാൽ നമ്മൾ മന്തി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. 2 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് ചെറിയ ജീരകം, 1 പിടി പുതിനയില, 3 മാഗി ക്യൂബ്, 5-6 പച്ചമുളക്, ഒരു 10 ഏലക്കായ, 3-4 ഗ്രാമ്പു. ഇനി ഇതിൽ വേണമെങ്കിൽ ക്യാപ്സിക്കം, ഡ്രൈ ലെമൺ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കൈ കൊണ്ടൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ഞാനിതാ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളർ കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒന്നും കൂടി. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ അവിടെ കടന്നിട്ട് റെഡി ആവുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയൊരു പീസ് പട്ട, ഒരു 3-4 ഏലക്കായ, 2-3 ഗ്രാമ്പു, ഒരു സ്പൂണ് ഒലിവ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിക്കൻ അവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിതാ ഇവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വാരാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളം തളിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും ചിക്കൻ 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ചിക്കനിൽ ബാക്കി വന്ന ഓയിൽ ഉണ്ടാവും. അത് നമ്മൾ ഇന്ന് എടുത്തു മാറ്റണം. അപ്പോഴേക്കും റൈസ് ഏകദേശം ആയിട്ടുണ്ട്. അത് ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ദമ്മിടാൻ നിൽക്കാം. അപ്പോൾ ചിക്കൻ്റെ മുകളിൽ ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ഒന്ന് മിക്സ് ചെയ്തത് ലേശം ഒഴിച്ചു കൊടുക്കുക. റെഡ് കളറിന് വേണ്ടിയിട്ട് റെഡ് കളർ ലേശം ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 പച്ചമുളക് ഇട്ടതിന് ശേഷം ഇത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. ആദ്യം റൈസ് ഇട്ട് ആദ്യത്തെ പോലെ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് മഞ്ഞ കളർ ഒഴിച്ചു കൊടുത്ത് റെഡ് കളർ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് മൂന്ന് 4 പച്ചമുളക് അതിൽ കുത്തി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചാർക്കോള് കത്തിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ചാർക്കോള് കത്തിച്ച് ചാർക്കോൾ ഇതിൽ ഇട്ട് കൊടുക്കണം.
ഇനി അതിൻ്റെ മുകളിലേക്ക് ലേശം ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായി അടച്ചു വെക്കണം. ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ദാ അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കി ചാർക്കോളൊക്കെ എടുത്ത് മാറ്റി നല്ല അടിപൊളിയായിട്ടുള്ള മന്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം ഇനി. അപ്പോൾ ഇതാ മിക്സ് ചെയ്തിട്ട് നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ 1-2 സാധനങ്ങൾ ഇല്ലാന്ന് വെച്ചിട്ടൊന്നും ടേസ്റ്റിന് ഒരു കുറവുമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ള വെച്ച സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക.